വെൽക്കം ടു അബിക ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. ജപ്പാനിൽ വ്യാപിച്ച STSS മറ്റൊരു മഹാമാരിക്ക് തുടക്കമോ? COVID-19 എന്ന മഹാമാരിക്ക് ശേഷം STSS എന്ന മഹാവ്യാധിയിൽ ലോക ജനത ഭയപ്പെടുന്നു. ഗ്രൂപ്പ് എ സ്റ്റെപ്പോകോക്കൽ ബാക്ടീരിയ ബാധയിലൂടെ ഉണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം STSS അഥവാ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ജപ്പാനിൽ വ്യാപിക്കുന്നതായി റിപ്പോർട്ട് വന്നതോടെ മറ്റൊരു മഹാമാരിയുടെ തുടക്കമാണോ എന്ന ചർച്ച സജീവമാകുന്നു. ഈ പശ്ചാത്തലത്തിൽ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എങ്ങനെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകം റിസർച്ച് സെൽ ചെയർമാൻ കൂടിയായ ഡോക്ടർ രാജീവ് ജയദേവ്. തൊണ്ടവേദനയുടെ പ്രധാന കാരണമായ ബാക്ടീരിയയാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ്. എന്നാൽ ഇതുമൂലം അപൂർവമായി മാത്രം ഉണ്ടാകുന്ന മാരകമായ സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന രോഗാവസ്ഥ അടുത്തിടെയാണ് ജപ്പാനിലും UK-യിലും ഫ്രാൻസിലും മറ്റു പതിവിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്തതെന്ന് കോവിഡിന് സമാനമായ സാഹചര്യമാകുമോ എന്ന് പലരും ചിന്തിക്കാൻ ഇടവരുന്നു. രോഗം ബാധിച്ച 1/3 അധികം പേരും മരണപ്പെടുന്ന അവസ്ഥയാണിത്. ചർമ്മം വഴിയും മറ്റു ദശകൾക്കുള്ളിൽ കടന്നു ചെല്ലുന്ന ബാക്ടീരിയ സൂപ്പർ ആന്റിജൻ ശേഷിയുള്ള ചില വിഷാംശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് അതിവേഗം ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കുകയും മരണത്തിനിടയാക്കുന്നു എന്നതുമാണ് ഭീതി പടർത്തുന്നത്. സാധാരണ തൊണ്ടവേദന ലളിതമായി ചികിത്സിച്ചു മാറ്റാവുന്നതാണെങ്കിൽ STSS വളരെ ഗുരുതരവും പ്രായമായവരിൽ മാത്രമല്ല ചെറുപ്പക്കാരിലും കുഞ്ഞുങ്ങളിലും ബാധിക്കുന്നു എന്നതാണ് STSSന്റെ സവിശേഷത. നിലവിൽ കോവിഡുമായി ബന്ധപ്പെടുന്ന ശാസ്ത്രീയ തെളിവുകൾ ഒന്നുമില്ലെങ്കിലും കോവിഡ് കാലത്ത് സമൂഹം എടുത്ത മുൻകരുതലുകളും ഇത്തരം ബാക്ടീരിയ മൂലമുള്ള രോഗവ്യാപനത്തെ തടയിടാൻ സഹായമാകുമായിരുന്നു. അവ ഇളവ് ചെയ്തപ്പോൾ ബാക്ടീരിയകൾക്ക് യഥായിഷ്ടം വ്യാപിക്കാൻ അവസരമുണ്ടാകുന്നതും ചിലരിലെങ്കിലും ഒരേ സമയം വൈറൽ രോഗം പിടിപെടുന്നതിനും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. തൊണ്ടവേദനയാണ് സ്ട്രെപ്റ്റോകോക്കസിന്റെ പ്രകടമായ ലക്ഷണം എന്നതിനാൽ തൊണ്ടയിലൂടെ മാത്രമാണ് രോഗാണുക്കൾ പ്രവേശിക്കുന്നു എന്ന ധാരണ വേണ്ട. ത്വക്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മുറിവുകൾ, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മുറിവുകൾ, ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങളുടെ ഫലമായി ത്വക്കിൽ ഉണ്ടാകുന്ന മുറിവുകൾ, ശരീരം ചൊറിഞ്ഞുണ്ടാകുന്ന മുറിവുകൾ എന്നിവയിലൂടെയും പൊതുവെ ഈ ബാക്ടീരിയ ശരീരത്തിൽ എത്തുന്നു. സ്ട്രെപ്റ്റോകോക്കസ് ബാധിതരുമായി ഇടപഴകുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുന്നതിനാൽ അടിസ്ഥാനപരമായി കോവിഡിന്റെ പ്രതിരോധ മുൻകരുതലുകൾ തന്നെ ഈ രോഗത്തിനും എടുക്കുന്നതാണ് അഭികാമ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വ്യക്തി ശുചിത്വം, സാമൂഹിക അകലം പാലിക്കൽ, പൊതുസ്ഥലങ്ങളിൽ പോയി വരുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുക, ചുമയുള്ളവർ ചുമ വഴി അണുക്കൾ പുറത്തേക്ക് വരാതിരിക്കാൻ സാധാരണ എടുക്കുന്ന മുൻകരുതലുകൾ എന്നിവയിലൂടെ രോഗവ്യാപനം ഒരു പരിധി വരെ തടയിടാനാകും. ജലദോഷവും തൊണ്ടവേദനയും ചുമയും മറ്റുള്ളവരുടെ കൈകളിൽ സ്രവങ്ങളുടെ അംശം കാണുമെന്നതിനാൽ അവരുമായി ഹസ്തദാനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. രോഗലക്ഷണങ്ങളെക്കുറിച്ചും രോഗ അവസ്ഥയെക്കുറിച്ചും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിൽ അവബോധം ഉണ്ടാക്കുന്നതും വേഗം രോഗബാധ കണ്ടെത്താനും ചികിത്സാ പ്രതിരോധ നടപടികൾ അതിവേഗം നടപ്പാക്കി രോഗനിയന്ത്രണത്തിനും സഹായിക്കും. ഒരിക്കൽ കൂടി ജപ്പാനിൽ അപകടകാരിയായ STSS പടരുന്നു. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്ന അണുബാധയാണ് ഇത്. STSS എന്ന കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രോഗമാണിത്. ജപ്പാനിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ രോഗം ഭീതി പരത്തുകയാണ്. എന്നാൽ ഇതുവരെ വിദഗ്ധർക്ക് ഇതിന്റെ കാരണം അറിയാൻ സാധിച്ചിട്ടില്ല. ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ജൂൺ 2 വരെ 977 കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30% ഈ അണുബാധയുടെ മരണനിരക്ക്. ജാനുവരിക്കും മാർച്ചിനും ഇടയിൽ 77 മരണങ്ങളാണ് STSS-നെ തുടർന്ന് ജപ്പാനിൽ മരിച്ചത്. ഇനിയൊരു മഹാമാരി ദേശത്തുണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.